തമിഴ്നാട് കർണാടക കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഗവൺമെൻറ്റിന് പണമുണ്ട്. ഇവിടെ ഇല്ലെങ്കിലേ ഗവൺമെൻറ് നഷ്ടത്തിലാണ് കൊടുക്കുന്നത്. ഈ ലേഡീസിന് ഫ്രീ കൊടുത്തിട്ട് ഞാൻ അവർ എവിടെ കൊണ്ട് ശമ്പളം കൊടുക്കുന്ന ഒരു വിധമില്ല. വരുമാനത്തിന് 50% കുറയും. 50% 90% കുറവും. ഞങ്ങളുടെ കഞ്ഞി കൂടിയും മുട്ടും. KSRTCയിലെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള യാത്ര ചെയ്യാന്നുള്ളൊരു സംഭവം വരികയാണല്ലോ. അപ്പോൾ പ്രൈവറ്റ് ബസ് വരെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഓണർമാർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഞങ്ങൾക്കും ഭയങ്കര പ്രശ്നമാണ്. അത് വെച്ചാൽ ലേഡീസാണ് ജോലിക്കാർ പോണതും വരുന്നതൊക്കെ ഈ വണ്ടിയിൽ ലേഡീസാണ്. അതും KSRTC പോയി കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ കുട്ടികളിൽ മാത്രം തൂക്കിയിട്ട് നടക്കേണ്ടി വരും. വണ്ടികൾ ഒക്കെ കടപ്പുറത്താകും. വരുമാനത്തിന് 50% കുറയും. 50% 90% കുറവും. ഇപ്പം ഞാനാണെങ്കിലും ഭാര്യയും ഭർത്താവുമായിട്ട് പോകുമ്പോൾ KSRTC പോയി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഫ്രീ ആണ് പറഞ്ഞിട്ട് പോകാനേ എല്ലാവരും നിൽക്കുള്ളൂ. അപ്പം പൊതുവേ പ്രൈവറ്റ് ബസ്സുകാർ ഒന്നുമില്ലാതെയും ഇപ്പോൾ ഇങ്ങനെ ഓടിയിട്ട് ഞങ്ങൾക്ക് ഡീസൽ അടിക്കാൻ ചിലപ്പോൾ കിട്ടില്ല. ചിലപ്പോൾ രണ്ടാളുടെ ശമ്പളം ഉണ്ടാവില്ല, മുതലാളിക്ക് ഒന്നും ഉണ്ടാവില്ല. KSRTC ബസ്സിൽ പെണ്ണുങ്ങൾക്ക് സൗജന്യം ആക്കുമോ? ആക്കും. നടപടിക്ക് വരുമോ? അത് വരും. വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സാമ്പത്തികം ബുദ്ധിമുട്ടാകും. അതായത് ഞങ്ങളുടെ ബസ്സിൽ വരുന്ന പെണ്ണുങ്ങളൊക്കെ ചിലപ്പോൾ KSRTC കാത്തു നിൽക്കും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന പ്രശ്നം ഞങ്ങൾക്ക് എന്താ പറയുക, ഓടുന്ന ഓട്ടത്തിൽ ഞങ്ങൾക്ക് ശമ്പളം ബുദ്ധിമുട്ടാകും, ഡീസലിൻ്റെ കുറവാകും, എല്ലാം പ്രതിസന്ധിയിലാകും.